കൊല്ലം സുധിച്ചേണ്ട ഭാര്യയായിരുന്ന രേണു ആ ചേച്ചി രണ്ടാമത് വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞെട്ടണ്ട, സംഗതി സത്യമാണെന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അവരുടെ കല്യാണം കഴിച്ചൊക്കെ ഒരു കണ്ടന്റ് ആക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കിന് കൊല്ലം സുധിച്ചേട്ടൻ നമ്മളെ വിട്ട് പോയതിന് ശേഷം ആ ചേച്ചി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള, ഇപ്പോൾ ചിരിക്കുമ്പോൾ പല്ല് കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കുന്നുണ്ടോ എന്നുള്ള ഓരോ കാര്യങ്ങളെയും വിടാതെ പിന്തുടർന്നുകൊണ്ട് ആ ചേച്ചി സതി പോലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കണം എന്ന് തന്നെ പറയുന്ന അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ആ ചേച്ചിനെ വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇത്തരം ആളുകൾക്കിടയിലോട്ട് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കൂടെ ഇവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വന്നതാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ആൾക്കാർ വേറൊരു തലത്തിലോട്ട് കമന്റ് ബോക്സിൽ സാധനങ്ങൾ കൊണ്ടെത്തിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ചേച്ചിയാണെങ്കിൽ ഇൻസ്റ്റ ഇട്ടേക്കുന്നതാണെങ്കിൽ ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. കൂടാണെങ്കിൽ അവർ അതിൻ്റെ താഴെ ഇട്ടേക്കുന്ന ക്യാപ്ഷനോടെ ഞാൻ വായിക്കാതെ. വൈറൽ ഫോട്ടോകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു. രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ, ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ 1000 നന്ദി. രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ക്യാപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഡോക്ടർ മനു ഗോപിനാഥൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന ആ ഒരു പുള്ളിയാണ് ഇതുപോലെ കൊളാബ് ചെയ്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനകത്ത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലൊരു സാധനത്തിലോട്ട് മാറിയിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം രേണു ചേച്ചി ഈയിടായിട്ടിടുന്ന കുറേ റീൽസുകളാണെങ്കിൽ നല്ല രീതിയിൽ ഒരു നോർമൽ ഒരു വ്യക്തി ഇച്ചിരി ഇമ്മച്ചോർഡായിട്ടൊരു റീൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണോ നെഗറ്റീവ് വരുന്നത് അതിൻ്റെ ഡബിളും ട്രിപ്പിളായിട്ടുള്ള രീതിയിലാണ് ആ ചേച്ചിക്ക് നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതിനകത്താണെങ്കിൽ പറഞ്ഞേക്കുന്ന റീൽസുകളുടെ രാജകുമാരിയും രാജകുമാരനും എന്ന് പറഞ്ഞേക്കുക അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കുറേ ആൾക്കാർ വേറൊരു രീതിയിലോട്ട് കൊണ്ടുവച്ചത്. കാര്യം ആ ഒരു കമന്റ് ബോക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. റീൽസുകളുടെ രാജകുമാരിയോ, ഏത് ചുണ്ടിൽ ഹാൻഡ്സ് വെച്ച് വളിപ്പടിക്കുന്ന ഈ അമ്മച്ചിയോ, ഇതിൻ്റെ ചാട്ടം ആയിരുന്നോ കഴിഞ്ഞ റീൽസിലൂടെ നമ്മൾ കണ്ടത്? അവർ എന്തെങ്കിലും ആയിക്കോട്ടെ, ചാനൽ ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നവർ ഏത് വൈബ്, അംബാനി വൈബ്. പിന്നെ അപ്പൻ ചാകാൻ നോക്കിയിരിക്കുമായിരുന്നോ കുഞ്ഞെ കട്ടിലൊഴിയാൻ, അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ജീവിച്ച് കാണിച്ചു. ഒന്നോർത്താൽ ശരിയാണ്, ആഗ്രഹങ്ങൾ ഉള്ളിലുള്ളപ്പോൾ അതേ സിറ്റുവേഷൻ അഭിനയിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അഭിനയം ജീവിതമായി തോന്നും. മറ്റേ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ആണെങ്കിൽ ആ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ വെൺശില പോലൊരു ആ ഒരു പാട്ടിൻ്റെ ആ ഒരു സമയത്ത് നിൽക്കുന്ന അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. അപ്പം ഇതാണ് ശരിക്കും ആദ്യത്തെ ഭർത്താവ്. ചേച്ചിയുടെ ചാട്ടം കണ്ടപ്പോഴേ മനസ്സിലായതാ ഇനി സുധിച്ചേട്ടൻ്റെ പേരിൽ ഒന്ന് ഔദാര്യം പ്രതീക്ഷിക്കല്ലേ. ഓക്കെ, എവിടെയെങ്കിലും ഈ പറഞ്ഞ രേണു ചേച്ചി ഇപ്പം സുധിച്ചേട്ടൻ്റെ പേരിൽ ഔദാര്യം നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും വ്യാജിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? നിങ്ങളായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് കുറേ സാധനം നിങ്ങളൊരു ഔദാര്യം എന്തിനാണ് അതിൻ്റെ ആവശ്യം? പുള്ളിക്കാരി തന്നെ വന്ന് പല ഇൻ്റർവ്യൂസിന് പറഞ്ഞിട്ട് ആരുടെ ആ ഒരു സഹതാപത്തിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നാലും എൻ്റെ പൊന്നുമച്ചാനെ ഇതാണോ രാജകുമാരനും രാജകുമാരിയും ലോകാവസാനമായി കാണുന്നില്ലേ? ഇവർ കല്യാണം കഴിച്ചാലും അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ വെറുതെ രാജകുമാരനും രാജകുമാരിയും എന്നൊക്കെ തള്ളിവിട്ടാൽ അതാണ് പ്രശ്നമായിട്ടുള്ളത്. ഓക്കെ, കാര്യം ഈ ചേച്ചിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ ഈ ഇടുന്ന റീൽസ് ഒരു ഇമ്മച്ചോർഡായിട്ടുള്ള അത്ര രസകരമായിട്ടല്ലാത്ത രീതിയിലാണ് പല ആൾക്കാരും എടുക്കുന്നത്. ഓക്കെ, നോർമൽ ഒരാൾ ഇടുന്നതിനേക്കാൾ നേരത്തെ പറഞ്ഞ ഡബിളും ട്രിപ്പിളും ഇരട്ടിക്കാണ് പുള്ളിക്കാരിക്ക് വരുന്നത്. അവിടെ ഈ രാജകുമാരനും രാജകുമാരി സാധനം അടിച്ചാണ് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഈ ഡോക്ടർ മനു ഗോപിനാഥൻ ഒഫീഷ്യൽ എന്നാണ് ഈ പറയുന്നത്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടേക്കുന്ന ആളുടെ ആണെങ്കിൽ ആ ഒരു പ്രൊഫൈൽ. ഓക്കെ, ഇവർ കല്യാണം കഴിഞ്ഞേക്കുന്നതിൻ്റെ ആണെങ്കിൽ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് മുന്നേ, അതായത് സെപ്റ്റംബർ 3, 2024 പുള്ളി ഇതേപോലെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഫോട്ടോ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ല, വൈറൽ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന സംഭവമാണ്. വേറൊരു ചേച്ചിയുടെ ഒപ്പം വേറൊരു ലേഡിയുടെ ഒപ്പം കല്യാണത്തിൻ്റെ ആ ഒരു ഡ്രസ്സിൽ മാലയൊക്കെ ഇട്ടിട്ടേക്കുന്ന ഒരു ഫോട്ടോ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ ഇപ്പോൾ നടത്തേക്കുന്ന ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് സത്യമാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്, ഇവിടെ സൈഡിലോട്ട് വെക്കാം. ഇത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇൻഡിപെൻഡൻസ് ഡേക്ക് ആണെങ്കിൽ ഇതുപോലെ ചുറ്റി വെച്ചേക്കുന്ന സംഭവം ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ ഇതുപോലെ ഒരുമാതിരി അപമാനിക്കുന്ന രീതിയിലാണ് എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഇതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പുള്ളിയുടെ ഒരു റീൽ ഇങ്ങോട്ട് വെക്കാം, അപ്പം നിങ്ങൾക്ക് ആളെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ഓക്കെ, ആളെന്നൊഴിച്ചു ഒരു പെഗ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ്. മിൽമയുടെ അല്ല കിടിലം പാലുണ്ടല്ലോ, അത് ഇങ്ങനെ കടിച്ചങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഡ്രിങ്ക്സിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് തേനും പിന്നെ അതേപോലെ നീളനീരും ഒക്കെ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. അതിന് പറ്റിയൊരു കിടിലം വീഡിയോ ആണ്. നല്ല തടുത്ത പാല് വാങ്ങിച്ചുകൊണ്ട് നേരെ പോയിക്കോ ഊറേജിലോ വാറിലോ ഇവിടെ വേണമെങ്കിൽ. എന്റെ പൊന്നും മക്കളെ, ഒരു ഡിഫറൻറ്റ് സാധനം, അതായത് ഒരു എന്താ പറയുന്നത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ
ഒരു പിടുത്തവും അതിനോടൊപ്പം ഒരു സുഖവും, പാലിന്റെ ആ ഒരു കിടിലൻ ഫ്ലേവറും അതേപോലെ തന്നെ നമ്മുടെ ഓൾഡ് മങ്ക് റമ്മിന്റെ ഒരു കിടിലൻ ഫ്ലേവറും കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ആടാറ് കിടുക്കാച്ചി സൂപ്പർ, ഒരു രക്ഷയില്ല, കിടു ഐറ്റം. അതായത് ഇത് നിങ്ങൾ ഈ ഒരു കോക്ടെയിൽ നിങ്ങൾ മസ്റ്റായിട്ട്. ഓക്കെ, അപ്പം ഇതാണ് പുള്ളിയുടെ റീൽസ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് റീൽസിന്റെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞിടുമ്പോഴത്തേക്കിന് ആൾക്കാർ അതേ രീതിയിൽ എടുക്കണമെന്നില്ല. പുള്ളി അങ്ങനെ ഇത് ഇടേണ്ട ആവശ്യം പ്രത്യേകിച്ച് ഉണ്ടാവുന്നില്ല. കാര്യം അതാണ് ആൾക്കാർ വേറെ രീതിയിൽ കൊണ്ടെത്തിച്ചേക്കുന്നത്. ഇപ്പം ഇവരുടെ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോഴത്തേക്കിന് ഓക്കെ, അതിനെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും. ഇപ്പം ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണെങ്കിൽ അതിലും കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അത് മാറി പോസിറ്റീവ് എന്നുള്ള ഇതിലേക്ക് മാറാം. പക്ഷേ ഈ ഒരു സാധനം ഇട്ടതാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലോട്ട് മാറിയേക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് കഴിഞ്ഞ് ഇവർ ആ ഒരു പോസ്റ്റിലിട്ടേക്കുന്ന സാധനമാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ പുറകെ വരുന്ന ഒരു ഇന്റർവ്യൂയിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും എന്നുള്ളത്. അതായത് ഇവരുടെ ഒരു സൈഡുണ്ട്, ഇവർക്ക് പറയാനുള്ള ഇവരുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഒറിജിനലി ഇവർ കല്യാണം കഴിച്ചിട്ടുള്ളതാണോ അല്ലെങ്കിൽ ശരിക്കും കല്യാണം കഴിച്ചില്ലേ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഫോട്ടോഷൂട്ടിന്റെ പിന്നിൽ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. വെറും ഒരു ഫോട്ടോഷൂട്ട് മാത്രമാണോ നമുക്കറിയത്തില്ല. ഇത് പുള്ളിയാണെങ്കിൽ ഈ ചേച്ചിയുടെ ഒപ്പം ആണെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഡുവറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് മുന്നേ രേണു ചേച്ചിയുടെ വന്നേക്കുന്ന ഇതേപോലെ ഒരു കല്യാണ ഡ്രസ്സിലുള്ള ഒരു ഫോട്ടോ ഉണ്ട്. ഒപ്പം നിൽക്കുന്ന ഈ ഒരു ബ്ലർ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ വെച്ച് മറച്ചേക്കുന്നത് ഈ ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ്. അത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ അന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു രണ്ടാമത് കല്യാണം കഴിച്ചെന്നുള്ളതിൽ അങ്ങനെ ഒരു വിവാദം അന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു വിവാദം ഉണ്ടായ ടൈമിൽ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഇതിന്റെ സൗണ്ട് ഒന്ന് മാറ്റിയിട്ടാണ് വെക്കുന്നത്. കാര്യം വേറെ നമ്മുടെ മഴവിൽ കേരളത്തിന്റെ ആണെങ്കിൽ ബൈറ്റ് ആണ്. അപ്പം എങ്ങാണ് അവർ കോപ്പറേറ്റ് സ്ട്രൈക്കോ വല്ലതും തന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു സൗണ്ട് മാറ്റി വെക്കുന്നത്. ഇതിന് മുന്നേ ഈ സംഭവത്തിന് മുന്നേ പോലും നമ്മുടെ കസിൻസ് അനിയന്മാരൊക്കെ ഉണ്ടാവും, അവരുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അന്നേരം ഇത് എടുത്തിട്ട് പുതിയ ജീവിതത്തിലേക്ക് അപ്പം ആ പിള്ളേര് വരെ എന്താ പറയാ, അത് അനിയനാന്ന് പോലും ഇവർക്ക് ആർക്കൊന്നും അറിയത്തില്ല, കസിൻസ് അതുപോലും അറിയത്തില്ല. അന്നേരം വാർത്ത വരും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആരുടെ ഫോട്ടോ എടുക്കത്തില്ല. അതാണ് ആ ഒരു ടൈമിൽ പുള്ളിക്കാരി ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ ഫോട്ടോ ആ ഒരു സ്റ്റിക്കർ മറച്ച് വെച്ചപ്പോൾ തന്നെ കേൾക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ആ ഒരു അതിന് മുന്നേ ഈ ഒരു ഇന്റർവ്യൂവിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ചേച്ചിയാണെങ്കിൽ ഈ പറയുന്ന സുധിച്ചേട്ടനെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല. എന്റെ ലൈഫിൽ കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫ് എന്ന രീതിയിലല്ല, കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫായിട്ട് തന്നെയാണ് എന്റെ ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യത്തുള്ളൂ. ഉറച്ച തീരുമാനമാണ്. എനിക്ക് കാരണങ്ങൾ പലതുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. അത് എന്റെ ഉള്ളിൽ കിടക്കട്ടെ. എന്തായാലും എന്റെ മരണം വരെ ഞാൻ കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനം. ഓക്കെ, മരണം വരെ സുധിച്ചേട്ടന്റെ വൈഫായിട്ട് ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം എന്ന് തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത്. അതിന്റെ ഒപ്പം ഒരു ബൈറ്റുണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞാനൊരു വിവാഹം വേറെ കഴിച്ച എന്നെ സംബന്ധിച്ച് സുധിച്ചേട്ടൻ എന്നുള്ള പേര് പിന്നെ എന്നേക്കുമായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം പേരല്ല, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, അദ്ദേഹം എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. എനിക്കത് പോകാൻ താല്പര്യം. എന്നിൽ നിന്ന് ഒരുപാട് ദൂരമാകും സുധിച്ചേട്ടന്റെ പേര്. പേരെന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ പേരാണുള്ളത്. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ മാത്രമാണ്. ഞാൻ അങ്ങനെ അതെനിക്ക് കളയാൻ താല്പര്യമില്ല. ഇതുവരെ എനിക്കില്ല താല്പര്യം. ഇല്ല ഉറച്ചു പറയാണ്, ഇല്ലടാ, ഇല്ല ഞാൻ കഴിക്കുന്നില്ല. ഓക്കെ, അപ്പം എന്തായാലും സുധിച്ചേട്ടൻ്റെ ആ ഒരു പേരിൽ അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു പേരിന് ഒരു അത്രത്തോളം പവിത്രതയോടുകൂടി തന്നെയാണ് പുള്ളിക്കാരി കാണുന്നത്. അല്ലെങ്കിൽ സുധിച്ചേട്ടൻ ഇന്നും മനസ്സിൽ നിന്ന് പോവില്ല അല്ലെങ്കിൽ ഒരിക്കലും പോവില്ല എന്നുള്ള രീതി തന്നെയാണ് പറയുന്നത്. അതിനുശേഷം കൊടുത്തേക്കുന്ന ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ്, മാറും മറക്കും മരിക്കും. ആ ഒരു സാധനത്തെ പറ്റിയിട്ട് തന്നെ ചേച്ചി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഈ ഒരു തീരുമാനത്തിൽ മനസ്സിലായി, ഈ ഒരു തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ. പക്ഷെ ഇത് കുത്തി പൊക്കാൻ അത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിക്കും, മേ ബി നാളെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സാണ്, മൈൻഡാണ്. ഇപ്പം ഒരുപാട് പേര് ബ്രെയിൻ വാഷ് ചെയ്യാൻ, അതായത് എന്റെ മൈൻഡ് ഒന്ന് മാറ്റാൻ ഒരുപാട് പേരുണ്ടാവും. ഇപ്പം കിച്ചു തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞതാണ് കിച്ചു പറഞ്ഞത്. അമ്മ ഒറ്റപ്പെട്ടെന്ന് തോന്നില്ല, അമ്മയ്ക്ക് ഇഷ്ടമുണ്ട് അമ്മ കല്യാണം കഴിക്കാം, എന്നെ നോക്കരുത്, ഋതപ്പനോട് പറയുക, എന്നോട് പറയുക, എന്നെ ഓർത്ത് അല്ലെങ്കിൽ ഋതപ്പനെ ഓർത്ത് അമ്മ നമ്മുടെ ലൈഫ് കളയാൻ എന്നോട് പറഞ്ഞ കാര്യം. ഞങ്ങൾ രണ്ട് സംസാരിക്കാറുണ്ട്. ഇപ്പോഴും പറഞ്ഞു, ഈ കഴിഞ്ഞിടെ തന്നെ പറഞ്ഞതാണ്, ഇപ്പോൾ എനിക്ക് കഴിഞ്ഞിടെ തന്നെ പറഞ്ഞതാണ്. അവനും എല്ലാ ഇന്റർവ്യൂസിൽ അവനോട് ചോദിക്കുമ്പോൾ അവൻ എന്താ പറയാ, അമ്മയുടെ ഇഷ്ടം. പക്ഷെ അത് കുറച്ച് ഈ ഒരു ഇടയിലാണ് അതിനെപ്പറ്റി പിന്നെയും കൂടുതലായിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത് കല്യാണം കഴിക്കണമെങ്കിൽ. അപ്പം എന്തായാലും എന്റെ തീരുമാനം മാറ്റില്ല, നമ്മുടെ പറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നില്ല, തീരുമാനം ഇന്നലെ മാറിയിട്ടില്ല. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ സുധിയുടെ കാര്യം തന്നെയാണ്. നാളെ മനുഷ്യന്റെ കാര്യമാണ്, ചേഞ്ച് ആവുമല്ലോ എനിക്ക് പോലും അറിയത്തില്ല. ഇപ്പം അന്ന് നിന്ന് ഞാനല്ലേ ഇപ്പൊ ഇച്ചിരി കൂടെ ഈ ഒരു നെഗറ്റീവ് കേട്ടിട്ട് ഞാൻ ഇച്ചിരി കൂടെ ബോൾഡ് ആയിക്കൊണ്ടിരിക്കും. ഈ ബോൾഡ് ആകുന്നത് പറയുന്ന അഹങ്കാരമാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി ഒരു ഗ്ലിസറിൻ തേച്ച് കരഞ്ഞോണ്ടിരുന്ന, ഞാനിപ്പോ ഗ്ലിസറിൻ വേണ്ട, ഉള്ളി മതിയല്ലോ, ഉള്ളി വെച്ച് ഞാൻ കരഞ്ഞോണ്ടിരുന്ന ആൾക്കാർ അയ്യോ എന്ത് ആ കുട്ടിയുടെ സങ്കടം കൊണ്ട് എന്തിനാ അത് അഭിനയിക്കുന്നത്. ഞാൻ നാടകത്തിനകത്ത് അഭിനയിക്കുന്നുണ്ട്, ജീവിതത്തെ എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ അത്ര ബോൾഡിൽ തന്നെയാണ് സംസാരിക്കുന്നത്.
നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ വെച്ച ഒരു കമന്റിനകത്ത് പറയുന്ന പോലെ ഇനിയിപ്പോൾ സുധിച്ചേണ്ട പേരും പറഞ്ഞുള്ള ഔദാര്യം പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയും രേണു ചേച്ചി വന്നിട്ട് ഈ പറയുന്ന ഔദാര്യം നിങ്ങൾ എനിക്ക് ആ ഒരു സഹായഹസ്തമായിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്നൊന്നും പുള്ളിക്കാരി എവിടെ വന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ സ്വന്തം മകൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഞങ്ങളെ ഓർത്തിട്ട് നിൽക്കേണ്ട, നാളെ ഒരു മറ്റൊരു വിവാഹം ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് തന്നെയാണ് ഒരു മകൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം വഴിമുട്ടി പോകരുത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകൻ ഇങ്ങനെ ഇത്തരത്തിലൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്ത ഒരു അമ്മ തന്നെയാണ് അങ്ങനെ ഒരു മകനെ കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് പറയുന്ന പോലെ ഈ പറഞ്ഞ സവാള തേച്ച് കരയാനോ അങ്ങനെയൊന്നും പുള്ളിക്കാരി എവിടെ വന്ന് നിൽക്കുന്നില്ലല്ലോ. ഓക്കെ, വളരെ നിങ്ങൾ ഈ പറഞ്ഞ നെഗറ്റീവ് കമൻറ്റ്സ് ഇപ്പോൾ ചേച്ചി പറയുന്നത് പോലെ തന്നെ ഇവിടെ പൊന്നുമക്കളെ ആ ഒരു റീൽസിനൊക്കെ ചേച്ചിയുടെ കമൻറ്റ് ബോക്സിൽ ഇരുന്ന കുറേ കമൻറ്റ് കാണണം, അങ്ങ് ഇല്ലാണ്ടാക്കി കളയുക. ആ ചേച്ചി സോഷ്യൽ മീഡിയ നിർത്തിപ്പോകണം എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാരുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും. ഒക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടാം. ഇത് ബോഡി ഷെയിം ചെയ്ത് മറ്റൊരാൾക്കും ഇല്ലാത്ത രീതിയിലുള്ള, അതും ഭയങ്കര ഡബിളും ട്രിപ്പിളും മട്ടങ്ങളുള്ള രീതിയിലാണ് കുറെ ടോക്സിക് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. നാട്ടുകാരെ തല വെക്കുന്നത് ഈ നാട്ടുകാർക്ക് എന്താ കെട്ടിയാലും കെട്ടിയില്ല ഇവരെന്തിനാ എന്റെ കാര്യം തിരക്കി നടക്കുന്നേ? എടാ, ഞാനും ഒരു മനുഷ്യനല്ലേ. ഇപ്പൊ അഥവാ ഞാനിപ്പോ കെട്ടത്തില്ല, ഇതുവരെയായിട്ടും അവരെ സംഭവമില്ല, കെട്ടിയാലും കെട്ടിയില്ലെങ്കിൽ നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം? അത് തന്നെ ഇവിടെ കെട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പ്രത്യേകിച്ച് ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും അങ്ങനെ പ്രശ്നം തോന്നേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഓക്കെ നിങ്ങൾ കെട്ടിയത് ആയിക്കോട്ടെ, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഒരു ക്യാപ്ഷനിൽ ഇട്ടേക്കുന്ന സാധനം റീൽസിന്റെ രാജകുമാരനും രാജകുമാരിയും, ആ പുള്ളിയാണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഓക്കെ, ആ പുള്ളിയോട് പറയണം ഇങ്ങനെ ഒരു സാധനം ഇട്ടാണ് ആൾക്കാർ ഇതിനെ വേറെ രീതിയിലോട്ട് ഇട്ടേക്കുന്നത്. കാര്യം രാജകുമാരി ലോകാവസാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ആ ഒരു ഇപ്പം ഇങ്ങനെ നെഗറ്റീവ് പറയാൻ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇന്ന് ഞങ്ങളെ കുറച്ചുകൂടെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തേക്കുന്ന ഒരു സാധനമായിരുന്നു ആ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നാളെ ചേച്ചിക്ക് ഒബ്വിയസ്ലി മനസ്സിലായി നമുക്ക് തോന്നാം വിവാഹം വേണമെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേച്ചി നാളെ ഒരു വിവാഹത്തിലേക്ക് പോവോ? എടാ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇന്ന് വരെ ഒരു ചിന്തയില്ല, നാളത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പം എന്തായാലും ഇല്ലടാ, എനിക്ക് സുധിച്ചേട്ടന്റെ വൈഫായിട്ട് തന്നെ ഇരിക്കാനാണ് താല്പര്യം. ഇപ്പം എനിക്ക് ഈ നാളത്തെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മള് ഒറ്റപ്പെടും, എന്തായാലും ഒറ്റപ്പെടും ലൈഫിൽ. ഇപ്പം മക്കളുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും ഒറ്റ തന്നെയാണ്. അപ്പം പിന്നെ സുധിച്ചേട്ടന്റെ എന്റെ ചിന്തകളൊക്കെ ആയിട്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു അതാണ് മീൻസ് സുധിച്ചേട്ടന്റെ ചിന്തകളും ഓർമ്മകളൊക്കെയാണ് നമ്മളിപ്പം മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ. എങ്കിലും ഇപ്പൊ എല്ലാരും പറയാം ആൺകുട്ടികളാണ്, അവര് കല്യാണം കഴിച്ച് പോകും എന്നൊക്കെ പറയാറുണ്ട് എന്നോട് എല്ലാരും. എന്നെ ഇഷ്ടമുള്ള എന്റെ ഒരു ചേച്ചി ഉണ്ട്, ചേച്ചി ലവ്ലി ചേച്ചി എപ്പോഴും ഇത് തന്നെ പറയുള്ളൂ, നാളെ നീ ഒറ്റയാകും, ഒരു കൂട്ട് വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെയായിട്ട് കേട്ടോ. ഇന്ന് വരെ വന്നില്ല, സത്യമായിട്ട് ഇന്ന് വരെ ഒരു കല്യാണ ജീവിതത്തെ പറ്റി വന്നിട്ടില്ല. പ്രതീക്ഷിക്കാമോ നമുക്ക്? ഒരിക്കലും ഇല്ലടാ, അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. എനിക്ക് തോന്നുന്നു 95% പ്രതീക്ഷിക്കേണ്ടതാണ് ഇല്ല എന്നുള്ളതാണ്. ഈ ഫോട്ടോസ് കണ്ടിട്ട് 5% എനിക്ക് അറിയത്തില്ല. ഓക്കെ, 95% നിങ്ങൾക്ക് പ്രതീക്ഷയാണ്, പക്ഷെ ഒരു 5% അതിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും അതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് തോന്നുന്ന കാര്യമല്ല. ഇപ്പം കുറെ ആൾക്കാർ പറയുന്നത് ഓക്കെ സുധിച്ചേട്ടൻ ഇപ്പം എന്തുകൊണ്ടും നന്നായി, ഇപ്പം സുധിച്ചേട്ടനെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ആ ഒരു വിയോഗം കണ്ടിട്ടാണ് ഇങ്ങനെ ഒരാളെ ഫോളോ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള കുറേ കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ, ഇത് ആ ഒരു ലേഡി ഇന്നും അല്ലെങ്കിൽ മരണം വരെ ഇപ്പം ആ ഒരു വ്യക്തിനെ തന്നെ ആലോചിച്ച് ജീവിതം ഇങ്ങനെ നരകിച്ച് തീർക്കണം എന്നുള്ളതാണോ പറയുന്നത്? ഓക്കെ, ഈ പറയുന്ന പോലെ ഇപ്പം അവർ കല്യാണം ശരിക്കും യഥാർത്ഥത്തിൽ കഴിച്ചോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും അവിടെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അവരുടെ ഒരു സൈഡ് അവർ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പോസ്റ്റ് മാത്രം വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം മുമ്പും ഇവർ രീതിയിലുള്ള പോസ്റ്റുകളിട്ട് വിവാദങ്ങളായതുകൊണ്ട് തന്നെ നമുക്കത് നമ്പാൻ പറ്റത്തില്ല. അപ്പോഴും അങ്ങനെ ഇവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം എന്താണ്? ഓക്കെ, സുധിച്ചേട്ടനോട് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇത് കാണിക്കുക, എല്ലാവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ ഈ പറഞ്ഞ പോലെ വെള്ളസാരി ഉടുത്തിട്ട് കരഞ്ഞ് വിഷമിച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ നടക്കണം എന്നാണോ എല്ലാവരും പറയുന്നത്. അത് ഭയങ്കര മോശമാണ് അങ്ങനെ ആ ഒരു രീതിയിൽ ഒരാൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഡ്രാമ ആർട്ടിസ്റ്റും കൂടാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്യണം, ഇടണം. അതിന് മുന്നേ ഞാൻ ഒരുങ്ങി തന്നെയാണ് നടക്കാറുള്ളത്. നമ്മൾ വൃത്തിയായിട്ട് നടന്നാൽ അതും പ്രശ്നം, വൃത്തികേടായിട്ട് നടന്നാൽ അതും ഷോ കാണിക്കാനാന്ന് പറയും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ലിപ്സ്റ്റിക് ഇട്ടാലോ അല്ലെങ്കിൽ കുറച്ച് മുഖത്ത് കുറച്ച് പൗഡർ ഇട്ടാലോ ആൾക്കാർ ഏത് രീതിയിൽ പുള്ളിക്കാരെ വിമർശിക്കുന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഇത്തരത്തിൽ രണ്ടാമതൊരു കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഏത് എക്സ്ട്രീം വരെ ആൾക്കാർ പോകുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ എന്താ പറയാ, ഒരു വിവാഹത്തിലേക്ക് പോകണം എന്ന് പറയാറുണ്ടോ? സത്യം പറഞ്ഞ പപ്പ എന്നെ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവര് പറയുന്ന സുധിയുടെ വൈഫ് തന്നെയായിട്ട് ഇരിക്കാനാണ് അവരുടെ സന്തോഷം. സത്യമായിട്ടും കേട്ടോ. സാധാരണ വീട്ടുകാർ പറയും ഇല്ല കല്യാണം കഴിച്ചു, അവരിന്നുവരെ പറഞ്ഞിട്ടില്ല. അവർക്കറിയാം സുധിച്ചേട്ടനെ ആവത്തുള്ളൂ, വേറെ ആരും എനിക്ക് സെറ്റ് ആകത്തില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഇന്ന് വരെ അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. അവര് എപ്പോഴും സുധിച്ചേട്ടന്റെ വൈഫായിട്ട് നീ ഇരിക്കുക, ഞങ്ങളുടെ മോനാണ് സുധി, അങ്ങനെയാണ് പറഞ്ഞത്. സത്യത ഇപ്പൊ ഇവിടെ ഞാൻ തലപ്പൊട്ട വെച്ച് അവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഈ ഇന്റർവ്യൂവിൽ തന്നെ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, മനുഷ്യനാണ്, മാറും മറക്കും മരിക്കും, നാളെ മാറ്റങ്ങൾ ഉണ്ടാവാം, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയത്തില്ല, 95% മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ, 5% എന്താവും എന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം അതായത് ഒരു മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന പോലെ നാളുകളിൽ ആളുകൾ ഓരോ കാര്യത്തിനെ വ്യാഖ്യാനിച്ച് എവിടെ കൊണ്ടുവന്നുള്ളത് നേരത്തെ തന്നെ പുള്ളിക്കാരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ എന്തുകൊണ്ട് നന്നായി. ഇനിയിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ആരും വരില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ലാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ഇട്ടേക്കുന്ന ആ ഒരു റീല് ഭയങ്കര വൈറലായിട്ട് നമ്മളൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു റീല്
ആയിട്ട് ബന്ധപ്പെട്ട് എടുത്തേക്കുന്ന ഈ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ടായിരുന്നു. ഇവർ പറഞ്ഞേക്കുന്ന ഒരു ഇന്റർവ്യൂ പുറകെ വരും, അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊക്കെ ആണല്ലേ ആ ഒരു ക്യാപ്ഷൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോൾ മഴവിൽ കേരളത്തിന്റെ ആണെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നോക്കുമ്പോഴത്തേക്കിന് ദാസേട്ടൻ കോഴിക്കോടിന്റെ ഈ പറഞ്ഞ രേണു ചേച്ചിയുടെ. അപ്പോൾ ഞാൻ വിചാരിച്ച് കാര്യം ആ മറ്റേ ഒരു പുള്ളിയായിട്ടല്ല ഇതുപോലെ കല്യാണം കഴിഞ്ഞു പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഒരു ഇന്റർവ്യൂ എന്താണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന 2 കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ദാസേട്ടാ, രേണു ചേച്ചിന് വിവാഹം കഴിച്ചോ? ഇപ്പൊ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളു അല്ലേ ദാസേട്ടാ? എന്തരോ നല്ലൊരു വൈഫുണ്ട് അല്ലെ, നല്ല കുഞ്ഞുങ്ങൾ മക്കളുണ്ട്, ഹാപ്പിയായിട്ട് പോകാനായിട്ട്. അതിനെന്താ പറയാനുള്ളത്? രേണു ചേച്ചി എന്താ പറയാ? ഞാൻ കല്യാണം കഴിച്ചതാണല്ലോ, എനിക്ക് വയ്യ പറയാൻ. ഓക്കെ, ഇത് ഇന്ന് അപ്ലോഡായി. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു ദിവസം, അല്ലെങ്കിൽ ഇവരുടെ ഈ രണ്ടാമത് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ ദിവസം ഇറങ്ങിയേക്കുന്ന ഇന്റർവ്യൂ ആണ്. ഓക്കെ, അപ്പം എങ്ങനെ പോലെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുന്നേ പോട്ടെ, ഒരാഴ്ച ആയിക്കോട്ടെ, അതിന് മുന്നേ തന്നെ. അപ്പോൾ എന്തായാലും ഒരാഴ്ച കൊണ്ട് ഒരായാലും ഇത്തരത്തിലുള്ളൊരു തീരുമാന കാര്യങ്ങളൊന്നും എന്തായാലും എടുക്കില്ല. അപ്പോൾ ഈ പറയുന്നത് പ്രകാരം മേ ബി ഇതൊരു സാധനം ഒരു ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സാധനം ഇട്ടതെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കാൻ പോകുന്ന സൈബർ അറ്റാക്ക് വലിയ രീതിയിലായിരിക്കും. അതല്ല ഇവർ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചതാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അവിടുന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പൊക്കോളും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. അപ്പോഴും ഒരു മെജോറിറ്റി ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും. പക്ഷെ അതല്ല ആ ഒരു വ്യക്തിയായിട്ട് അങ്ങനെ കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിതം തുടങ്ങി എന്നൊക്കെ പറഞ്ഞേക്കുന്ന ആ ഒരു സാധനം അത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലിൽ പോകും. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ വീഡിയോ വൈറലാകുന്ന മുമ്പ് ഒരു താത്ത ഒരു മണാലിൽ പോയിട്ട് ആ പാവം പെൺകുട്ടിയെ മണാലിൽ സോപ്പ് ഐസിട്ട് ഇങ്ങനെ കളിച്ച സമയത്ത് ഇവിടെ മൊയിലാക്കാൻ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അത് കഴിഞ്ഞാണ് ഞങ്ങൾ വീഡിയോ ബോഡി ഷേമിങ് അതുപോലെ തന്നെ അപമാനിക്കുക സ്ത്രീകളെ, അയാൾ സംശയമില്ല. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്, ആ ഒരു വീഡിയോ എല്ലാവരും ഏറ്റെടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെയാണെന്ന് ചെയ്യുന്നത്. പക്ഷെ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു. അത് ശരിയാണ്. ആ ഒരു താത്തയുടെ കാര്യത്തിൽ എല്ലാവരും ഓക്കെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ അങ്ങനെ നിൽക്കേണ്ട കാര്യം, എന്താണ് ലോകമൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടേ, അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണ്ടേ എന്നൊക്കെ ആ താത്തനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് ഇതേ ആൾക്കാരാണ് തൊട്ടിപ്പുറത്ത് വന്നിട്ട് രേണു ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, വെള്ള സാരി കൊടുത്ത് നടക്കണം, ചെതേ ചാടി ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീംസ് വരുന്നത്. ഇത് നിങ്ങൾ ഓരോ ആളുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികൾക്കനുസരിച്ചാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ മാറ്റുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പം ദ്രോഹവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവരുടെ ചിലപ്പം റീൽസ് കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾ കാണണ്ട, ബ്ലോക്ക് ചെയ്തോ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചോ നിങ്ങൾ പൊക്കോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ന് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ മറ്റൊരാൾ കല്യാണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ മേക്കപ്പെടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, ആകെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്തായാലും ഇത് തന്നെ ഇവരുടെ ഈ ഒരു കല്യാണത്തിന് ഒരു ക്ലാരിറ്റി. ഓക്കെ, എന്താണെങ്കിലും തീർച്ചയായിട്ടും ഇവർ തന്നെ ഇനിയും വരും, ഇന്റർവ്യൂസിൽ വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫേക്കായിട്ട് ഡ്രാമ പോലത്തെ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ പിന്നെ ആകാശത്തുനിന്ന് താഴെ ഇറങ്ങാൻ പറ്റൂല. അതല്ല ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരാണെങ്കിൽ നെഗറ്റീവ് പറഞ്ഞു പോകും, പക്ഷേ മെജോറിറ്റി ആൾക്കാർ ഇതിനെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഓക്കെ, എന്തിനാണെങ്കിലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.